ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കൺട്രോൾ ഓഫ് പ്രൊസസ്സർ യൂണിറ്റ് ആണ്. പ്രൊസസ്സർ യൂണിറ്റിനെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യും, അല്ല നമ്മുടെ സി പി യുവിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന. ഓക്കെ, ഇപ്പോൾ സി പി യുവിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സി പി യുവിൻ്റെ വർക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്ന രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണ്, കൺട്രോൾ സിഗ്നൽസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു റെഫറൻസ് നമുക്കിവിടെ വേണം. ഇത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്ഷനാണ് കേട്ടോ. ഇത് മൊഡ്യൂൾ 2-ലെ സെക്ഷനാണ്. ഓക്കെ, സോ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു പ്രൊസസ്സർ യൂണിറ്റ് നമ്മൾ ഇതുവരെ പഠിച്ചൊരു ബേസിക് ഫിഗർ ഉണ്ടായിരുന്നല്ലോ, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യാം. ആ ഒരു ഫിഗറും കൂടെ എസ് ആയിട്ട് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുമ്പം നമ്മുടെ സി പി യുവിലെ മെയിൻ പോർഷനാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ദാറ്റ് ഈസ് എ എൽ യു. എ എൽ യു ഇവിടെയുണ്ട്. എ എൽ യുവിലേക്ക് നമ്മൾ നമ്മുടെ ഓപ്പറാൻസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ 2 ബസ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, ബസ് എയും ബസ് ബിയും. ഓക്കെ, ഈ ബസ് എയിലും ബസ് ബിയിലും ത്രൂ ആണ് നമുക്ക് 2 ഓപ്പറാൻസും വരുന്നത്. ഇനി നമുക്ക് ഈ വരുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ എയിലേക്കും ബിയിലേക്കും വരുന്ന ഇൻപുട്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതൊരു എക്സ്റ്റേണൽ ഇൻപുട്ട് ഡേറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ സി പി യുവിനകത്തു നിന്നുള്ള രജിസ്റ്ററിനകത്തുള്ള കണ്ടൻറ്റ് ആയിരിക്കാം. സി പി യുവിനകത്ത് എത്ര രജിസ്റ്റേഴ്സ് ഉണ്ട്? 7 രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് 7 എണ്ണം ഉണ്ട്. ആ 7 രജിസ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒരു ഡേറ്റ ആയിരിക്കാം നമ്മുടെ ഈ ഇൻപുട്ടിലേക്ക് വരിക. എയിലേക്കും വരാം, അത് ബിയിലേക്കും വരാം. അതുകൊണ്ടാണ് ഈ ഒരു ലൈൻ ഇങ്ങനെ കണക്ട് ചെയ്ത് എയിലേക്കും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ എങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ബിയിലേക്കും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ ഇൻപുട്ട്, ആ ഇൻപുട്ടിലെ വാല്യൂ എയിലെ ഇൻപുട്ടും ആകാൻ ചാൻസ് ഉണ്ട്, ബിയിലെ ഇൻപുട്ട് ആകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇൻപുട്ട് ഡേറ്റ ലൈൻ നമ്മൾ എയിലേക്കും ബിയിലേക്കും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഇൻപുട്ടിൽ എയിലേക്ക് ഏത് വാല്യൂ വരണം, ബിയിലേക്ക് ഏത് വാല്യൂ വരണം എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇവിടെ നമ്മൾ കൺട്രോൾ സിഗ്നൽസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽസ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മൈക്രോ പ്രോഗ്രാം ബേസ്ഡ് കൺട്രോളാണ്. ഓക്കെ, സോ അതായത് സി പി യുവിനകത്ത് നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ജനറേറ്റ് ചെയ്യുവാണ്. ആ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോ പ്രോഗ്രാംസ് ബേസ്ഡ് ആണ്. ആ മൈക്രോ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും, കുറേ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറച്ച് വേർഡ്സിൻ്റെ കളക്ഷൻ. ഇപ്പോൾ നമ്മൾ ആഡ്, സബ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞ് സിമ്പിൾ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് പറയത്തില്ലേ, അതേപോലെ എൻ്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് കൺട്രോൾ വേർഡ്സ് ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും? കൺട്രോൾ വേർഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സി പി യുവിലുള്ള ഒരു നോർമൽ കൺട്രോൾ വേർഡ് നോക്കിക്കേ, ഒരു സി പി യുവിനകത്തുള്ളൊരു കൺട്രോൾ വേർഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ കൺട്രോൾ വേർഡിൽ എത്ര ബിറ്റ്സ് ഉണ്ട്? 16 ബിറ്റ്സ് ആണ് ഓൾറെഡി ഉള്ളത്. നോക്കിക്കേ, 1 to 16 വരെയുള്ള ഈ 16 ബിറ്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ സി പി യുവിലെ കൺട്രോൾ വേർഡ് വർക്ക് ചെയ്യുന്നത്. കൺട്രോൾ വേർഡ്. ഓക്കെ, കൺട്രോൾ വേർഡ്. ഇനി നോക്കിക്കേ, ഈ ഓരോ കൺട്രോൾ വേർഡും അതിൽ സെറ്റാകുന്ന വാല്യൂസിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സി പി യുവിൽ ഓൾറെഡി നമുക്കറിയാം എത്ര ഓപ്പറേഷൻസ് ഉണ്ട്, അരിത്തമാറ്റിക് ഓപ്പറേഷൻസും ഉണ്ട്, ലോജിക്കൽ ഓപ്പറേഷൻസും ഉണ്ട്. സോ എത്രയുണ്ട് നമുക്ക്? അരിത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്, അരിത്തമാറ്റിക് ഓപ്പറേഷൻസും ഉണ്ട്, ലോജിക്കൽ ഓപ്പറേഷൻസും ഉണ്ട്. സോ 4 ലോജിക്കൽ ഓപ്പറേഷൻസും 8 അരിത്തമാറ്റിക് ഓപ്പറേഷൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ടോട്ടൽ 12 ഓപ്പറേഷൻസാണ് നമ്മൾ എവിടെ ചെയ്യുന്നത്, സി പി യുവിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടോട്ടൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഈ കൺട്രോൾ വേർഡിൽ സെറ്റ് ആകുന്ന ഓരോ വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഈ കൺട്രോൾ വേർഡിൽ നമുക്ക് ടോട്ടൽ എത്ര ബിറ്റ്സ് ഇൻഫർമേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞാൽ 16 ബിറ്റ് ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലുള്ള ഫസ്റ്റ് 3 ബിറ്റ്സ്, അതായത് കൺട്രോൾ വേർഡിൻ്റെ ആദ്യത്തെയുള്ള 3 ബിറ്റ്സിൽ കൺട്രോൾ ലൈൻസ് ഉണ്ട്, കണ്ടോ, അതിനെ സെറ്റ് ചെയ്യുന്ന കൺട്രോൾ ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 3 ബിറ്റ്സ് വെച്ചു, ഇതിൽ സെറ്റാകുന്ന വാല്യൂവിനനുസരിച്ചിട്ടായിരിക്കും ബസ് എയിൽ ഏത് വാല്യൂ വേണം വരാൻ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 4, 5, 6 എന്നുള്ള കൺട്രോൾ വേർഡ് ലൈനിലുള്ള 4, 5, 6 ബിറ്റ്സ്, 4, 5, 6 എന്നുള്ള ബിറ്റ്സ് ആയിരിക്കും ഏത് വാല്യൂവിനെ ഡിസൈഡ് ചെയ്യുന്നത്, ബസ് ബിയിൽ, അതായത് രണ്ടാമത്തെ ഇൻപുട്ടായിട്ട് എന്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എയിലേക്ക് 2 ഇൻപുട്ട്സ് ആണുള്ളത്, എ ഇൻപുട്ടും ഉണ്ട്, ബി ഇൻപുട്ടും ഉണ്ട്. അപ്പോൾ എ ഇൻപുട്ടിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, രജിസ്റ്റർ 1 to രജിസ്റ്റർ 7 വരെയുള്ള ഏതെങ്കിലും രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂസ് ആയിരിക്കാം വരിക, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് ഡേറ്റ ആയിരിക്കും എന്തിലേക്ക് വരിക, എയിലേക്ക് വരിക. അതിനെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കൺട്രോൾ ലൈനിലെ ഫസ്റ്റ് 3 ബിറ്റ്സിൽ സെറ്റാകുന്ന വാല്യൂ എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും എന്താണ് ബസ് എയിൽ, അല്ലെങ്കിൽ ബസ് എ ത്രൂ നമ്മുടെ ഫസ്റ്റ് ഓപ്പറാൻഡ് സെറ്റ് ആവുന്നത്. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ഓപ്പറാൻഡാണ് ബി എന്ന് പറയുന്നത്. ആ ബിയെ ഡിറ്റർമൈൻ ചെയ്യുന്നതും ഇൻ ദ സെയിം വേ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന നെക്സ്റ്റ് 3 ബിറ്റ്സ് ആണ്, ദാറ്റ് ഈസ് 4, 5, 6 എന്നുള്ള 3 ബിറ്റ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ ഓപ്പറാൻഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് ബി ത്രൂ നമുക്ക് ഏത് വാല്യൂ നമ്മുടെ എ യുവിലേക്ക് വരണം എന്നുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ ഈ 2 സോഴ്സസിനെയാണ് നമ്മുടെ കയ്യിലുള്ള സോഴ്സ് ഇൻഫർമേഷൻ, സോഴ്സ് അല്ലേ, നമ്മുടെ ഇൻപുട്സ്. അപ്പോൾ അതിനെയാണ് ആര് ഡിസൈഡ് ചെയ്യുന്നത്,
നമ്മുടെ കൺട്രോൾ വേർഡിലുള്ള 1 to 6 വരെയുള്ള ബിറ്റ്സ്. അതിൽ 1 to 3 ഡിസൈഡ് ചെയ്യുന്നത് എയും ദെൻ 4 to 6 ഡിസൈഡ് ചെയ്യുന്നത് ബിയെയും. ഓക്കെ ആണോ? സോ സോഴ്സ് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഓപ്പറേഷൻസ് എല്ലാം ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെ വേണം എന്നുള്ളതാണ് നമ്മൾ ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബിറ്റാണ് അതിനെ പ്രൊസീഡ് ചെയ്ത് വരുന്ന 7, 8, 9. സോ 7, 8, 9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസ്റ്റിനേഷൻ ബിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോഴേക്കും അതൊരു എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഈ യൂസ് ചെയ്ത രജിസ്റ്ററിനകത്തേക്ക് തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ റിസൾട്ട് സ്റ്റോർ ആവുന്നത്. അറിയാലോ, അതായത് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സിനെ എല്ലാം നമ്മൾ CPU-നകത്തുള്ള രജിസ്റ്ററിനകത്താണ് നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ റിസൾട്ടിനെ നമ്മുടെ കമ്പ്യൂട്ടേഷൻ്റെ ആൻസേഴ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ എയ്തർ യൂസ് ദ ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് ഓർ ആൻ എക്സ്റ്റേണൽ മെമ്മറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എന്ത് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ രജിസ്റ്റർ 1 to 7 വരെയുള്ളതിനകത്ത് ഏത് രജിസ്റ്റർ വേണം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സ് വേണോ നമ്മുടെ ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടെന്നുള്ള കാര്യമൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ബിറ്റ് നമ്പർ 7 to 9 ആണ്. 7, 8, 9 ആണ് പറയുന്നത് ഏത് ഡേറ്റ അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലോട്ട് അല്ലെങ്കിൽ ഏതായിരിക്കണം നമ്മൾ ഡെസ്റ്റിനേഷനായിട്ട് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമ്മുടെ കിട്ടുന്ന ALUവിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മളെടുത്ത് എങ്ങോട്ട് കൊണ്ടുപോകും? നമ്മുടെ ഈ ഒരു രജിസ്റ്റേഴ്സിനകത്തോട്ടേക്ക് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് എന്താണ്? 7, 8, 9 എന്നുള്ള ഈ കൺട്രോൾ ലൈൻസ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നോക്കിക്കേ, നമ്മൾ 1 to 9 വരെയുള്ള കൺട്രോൾ വേർഡിനകത്തുള്ള 1 to 9 വരെയുള്ള ബീറ്റ് ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോക്ക്, ഫസ്റ്റ് 1, 2, 3 A, 4, 5, 6 B, ദെൻ 7, 8, 9 D. ഇനി നമുക്കുള്ള എന്താണ്? എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ആണ് ആക്ച്വലി നമ്മൾ പെർഫോം ചെയ്യുന്ന അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്താണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? എഫ് ആണ്. ഓക്കെ, സോ എഫിലുള്ള വാല്യൂ 10, 11, 12 ബിറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ആക്ച്വൽ ഫംഗ്ഷനിങ് ഓഫ് ALUവിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് ക്യാരി ഇൻ. അതായത് സക്സസീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടക്കുന്ന സമയത്ത് ക്യാരി സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ടും കൂടെ എന്ത് ചെയ്യും? പ്രൊസീഡ് ചെയ്ത് വരുന്ന വാല്യൂസിനെ എഫക്റ്റ് ചെയ്യും. സോ 13th ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരി ഇന്നിൻ്റെ സ്റ്റാറ്റസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് C ഇൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജനറലി പറയാം ALUവിൽ നടക്കുന്ന ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഏതൊക്കെ ബിറ്റ്സ് ആണ്? 10 to 13 ബിറ്റ്സ് ആണ്. അതിൽ സ്പെസിഫിക്കലി 13 എന്താണ്? ക്യാരി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ബാക്കി 10 to 12 വരെയുള്ള 3 ബിറ്റ്സ് ആണ്. 10, 11, 12 എന്നുള്ള 3 ബിറ്റ്സ് ആണ് ആക്ച്വലായിട്ടുള്ള എന്താണ്? ഓപ്പറേഷൻസിനെ ഡിസൈഡ് ചെയ്യുന്നത്. ആക്ച്വലായിട്ടുള്ള ഓപ്പറേഷൻസിനെ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ 3 ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നോർമലി എന്ത് ചെയ്യുന്നത്? ALUവിൻ്റെ ഫംഗ്ഷനിങ്ങിനെ നമ്മുടെ ഈ കൺട്രോൾ ബിറ്റ് അഫക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താ ഉള്ളത്? എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ട്, സർക്കുലർ ഷിഫ്റ്റ് ഉണ്ട്. അതായത് അതിനകത്ത് എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻസ് വരുത്തണമെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ആ ട്രാൻസ്ഫോർമേഷൻ വരുത്തണോ വേണ്ടോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നതാണ് ലാസ്റ്റ് 3 ബിറ്റ്സ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? 14, 15, 16 എന്നുള്ള ബിറ്റ്സ്. അതാണ് നമ്മൾ എച്ച് കമ്പണൻ്റ് എന്ന് പറയുന്നത്. സോ ഈ എച്ച് വാല്യൂ ആണ് എന്താണ്? നമുക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ വാല്യൂവിനെ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ആ വാല്യൂവിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം 14, 15, 16 0, 0, 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു ഷിഫ്റ്റും ചെയ്യേണ്ട, ഡയറക്റ്റ്ലി വി ക്യാൻ യൂസ് ദാറ്റ് വാല്യൂ. അല്ലെങ്കിൽ നമ്മൾ വി ഹാവ് ടു പെർഫോം സം ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ടു കണ്ടിന്യൂ ദ ഓപ്പറേഷൻ എന്നറിയാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് നടക്കുമ്പോഴേക്കും എന്താ? കുറേ സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സും കൂടെ എന്ത് ചെയ്യും? സെറ്റ് ആവും, റീസെറ്റ് ആവും അല്ലേ? അപ്പോൾ സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത് ആരൊക്കെയാണ്? ഓവർഫ്ലോ ഉണ്ട്, ദെൻ 0 ഫ്ലാഗ് ഉണ്ട്, ദെൻ സൈൻ ബിറ്റ് ഉണ്ട്, ക്യാരി സ്റ്റാറ്റസ് ഉണ്ട് അല്ലേ? ഒന്നെങ്കിൽ അതായത് ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ LSD പഠിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓവർഫ്ലോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 0 ഫ്ലാഗ് സെറ്റ്, ഇതൊരു 0 ഫ്ലാഗ് ആണ്. ദെൻ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഫ്ലാഗ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരിയുടെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി ക്യാരി ഫ്ലാഗ്. അപ്പോൾ ഈ 4 ഫ്ലാഗും കൂടെ എന്ത് ചെയ്യും? ഈ ALU ഓപ്പറേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? സെറ്റാവും. എന്നിട്ട് ഇതിൻ്റെ നമുക്ക് ഈ സ്റ്റാറ്റസുകളും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഡിസിഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതൊരു 2-way കണക്ഷനാണ്. ഇവിടെ ചിത്രപ്പെടുത്ത കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 2-way കണക്ഷനാണ് വിത്ത് ദിസ് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ആൻഡ് ഷിഫ്റ്റ്. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് ഒന്നെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഡേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു എക്സ്റ്റേണൽ മെമ്മറി സോഴ്സിലേക്ക് നമുക്ക് അതിനെ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ വി ക്യാൻ യൂസ് ദാറ്റ് വാല്യൂ ടു സ്റ്റോർ ഇൻ ദ ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ്. നമ്മുടെ ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സിലേക്ക് സ്റ്റോർ ചെയ്യാം. അതിനെ നമ്മൾ വീണ്ടും എടുത്ത് യൂസ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ നമ്മളൊരു കണക്ഷൻ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം, നമ്മുടെ ഇൻപുട്ടിലേക്ക് വീണ്ടും ഫീഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു നോർമലായിട്ടുള്ള നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു CPU-ൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ബൈ യൂസിങ് ഇറ്റ്സ് കൺട്രോൾ ലൈൻസ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കൺട്രോൾ വേർഡിൽ എത്ര ബിറ്റ്സ് ഉണ്ട്? ഇവിടുത്തെ കൺട്രോൾ വേർഡിൽ എത്ര ബിറ്റ്സ് ഉണ്ട്? ടോട്ടലി നമ്മൾ പറയുവാണെങ്കിൽ 16 ബിറ്റ്സ് ആണ് ഉള്ളത്, നോർമൽ ഓപ്പറേഷൻ. ഓക്കെ, ഇനി ഈ ഒരു 16 ബിറ്റ് ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്ത് നടക്കുന്ന കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് മൈക്രോ പ്രോഗ്രാം ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ബേസിക് CPU-ൻ്റെ ഫിഗറാണ്. ഓക്കെ,
അപ്പോൾ അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. 16 സെലക്ഷൻ വേരിയബിൾസ് ഉണ്ടെന്ന് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതിനെ നമുക്കൊരു കൺട്രോൾ വേർഡ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. 16 ബിറ്റ് ഇൻഫർമേഷൻ ഒരു കൺട്രോൾ വേർഡ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ അതിനകത്തു നിന്നുള്ള ഓരോ ബിറ്റ്സും, ഫസ്റ്റ് 3 ബിറ്റ്സ് നമ്മുടെ സോഴ്സ് രജിസ്റ്ററിനെയും, അത് കഴിഞ്ഞിട്ടുള്ള 3 ബിറ്റ്സ് നമ്മുടെ ഡെസ്റ്റിനേഷൻ സെക്കൻഡ് സോഴ്സ് ഓപ്പറാൻഡ് ആയിട്ടുള്ള ബി ഫീൽഡിനെ ഡിനോട്ട് ചെയ്യുന്നു. നമ്മൾ ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡി ആണ് സെറ്റ് ചെയ്യുന്നത്, അതായത് 789 ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ബിറ്റ്സ്. ദെൻ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ആക്ച്വലി നമ്മൾ എടുക്കുന്ന ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? എഫ് ഫീൽഡാണ്. എഫ് ഫീൽഡും പിന്നെ നമ്മുടെ ക്യാരി ഇന്നും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏത് ഓപ്പറേഷൻ ആണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഷിഫ്റ്റിന് വേണ്ടിയിട്ടാണ് എച്ച് ഫീൽഡ് ഉള്ളത്. സോ എച്ചിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 14, 15 ആൻഡ് 16 അല്ലേ. സോ ലാസ്റ്റ് 3 ബിറ്റ്സ് ആണ് ആർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്? ഷിഫ്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എച്ച് ഫീൽഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഏതൊക്കെ ബിറ്റ്സ് ആണെന്നുള്ളത് കൂടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മൾ ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യമാണ്. ഇനി നമ്മൾ നോക്കുന്നതാണ് ആക്ച്വൽ എങ്ങനെയാണ് നമ്മുടെ കൺട്രോൾ ഓപ്പറേഷൻ, മൈക്രോ പ്രോഗ്രാം ബേസ്ഡ് ഒരു കൺട്രോൾ ഓപ്പറേഷൻ ഒരു CPU-ൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സറിൽ വർക്ക് ഓൺ ആവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു മൈക്രോ പ്രോഗ്രാം ബേസ്ഡ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 2 യൂണിറ്റ്സ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. എന്തായിരിക്കും? ഒരു കൺട്രോൾ മെമ്മറി ഉണ്ടായിരിക്കും, കൺട്രോൾ മെമ്മറി. അതുപോലെ തന്നെ എന്താണ്? ഒരു അഡ്രസ്സുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ, കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ, കൺട്രോൾ മെമ്മറി ആൻഡ് കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. ഈ കൺട്രോൾ മെമ്മറിക്കകത്താണ് നമ്മുടെ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ വേർഡ്സ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോർമലി ഈ കൺട്രോൾ മെമ്മറി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി അതിനകത്തുള്ള അഡ്രസ് ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് എ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ, CAR, കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ഉണ്ട്. അതായത് ഇൻസ്ട്രക്ഷൻസ് കുറേ വരുമ്പോഴേക്കും അടുത്ത ഏത് ഇൻസ്ട്രക്ഷൻ വേണം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ഈ ഇൻഫർമേഷനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സിങ്ങിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്ത് പറഞ്ഞു തരുന്നത്? കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിളിൽ ദേ ആർ യൂസിങ് എ 64/26. ഈ ഒരു ഡയമെൻഷൻ മറന്നു പോകരുത്. 64/26 എന്താണ്? കൺട്രോൾ മെമ്മറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഈ ഒരു കൺട്രോൾ മെമ്മറിയിൽ 64 കൺട്രോൾ വേർഡ്സ് ഉണ്ട്. എന്തുണ്ട്? 64 കൺട്രോൾ വേർഡ്സ് ഉണ്ട്. ഇനി ഓരോ കൺട്രോൾ വേർഡിലും ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 26 ബിറ്റ്സ് ആയിരിക്കും. ഓരോ കൺട്രോൾ വേർഡിൻ്റെ സൈസ് എത്രയാണ്? 26 ബിറ്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച നമ്മുടെ നോർമൽ CPU-ൻ്റെ കൺട്രോൾ വേർഡിൻ്റെ സൈസ് എത്രയായിരുന്നു? 16 ബിറ്റ്സ് ആയിരുന്നു. ഇവിടെ നമുക്ക് അപ്പോൾ അതുകൂടാണ്ട് ഇവിടുത്തെ കൺട്രോൾ, അതായത് മൈക്രോ പ്രോഗ്രാം ബേസ്ഡ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വി ആർ ഹാവിങ് അഡീഷണലി എത്ര ബിറ്റ്സ് ഉണ്ട്? 10 ബിറ്റ്സ് ഉണ്ട്. ആ അഡീഷണലുള്ള 10 ബിറ്റ്സിൻ്റെ കാര്യം കൂടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫിഗറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ പ്രോസസ്സർ. ഈ ഒരു ഫിഗർ ഇതൊന്നും പറഞ്ഞേണ്ട കാര്യമില്ല, കാര്യം ഇത് നമ്മൾ ഓൾറെഡി മെയിലിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രോസസ്സറാണ്. ആ പ്രോസസ്സറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഈ ഒരു കൺട്രോൾ മെമ്മറിയിലുള്ള ആദ്യത്തെ 16 ബിറ്റ്സ് ഇത് നമുക്ക് ഓൾറെഡി അറിയാം. പ്രോസസ്സറിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ 16 ബിറ്റ്സ് ഉള്ളത്. ആ പ്രോസസ്സർ എന്താണ്, പ്രോസസ്സറിലേക്ക് ഏത് ഇൻപുട്ട് വരണം, ആ പ്രോസസ്സർ എന്ത് ഓപ്പറേഷൻ ചെയ്യണം, എന്ത് ഔട്ട്പുട്ട് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്? ഈ 1 to 16 ബിറ്റ്സ് ആണ്. അതിനകത്തൊരു ഡൗട്ടും ഇല്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ബാക്കിയുള്ള ഈ 17 to 26 എന്ന് പറഞ്ഞിട്ടുള്ള ബിറ്റ് വാല്യൂസ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു കൺട്രോൾ മെമ്മറിയിൽ അടുത്ത അഡ്രസ് ഇൻഫർമേഷൻ എങ്ങനെ ജനറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബാക്കിയുള്ള ബിറ്റ്സുകളെല്ലാം എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 മൾട്ടിപ്ലക്സേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, ഒരു 2/1 മൾട്ടിപ്ലക്സറും ഒരു 8/1 മൾട്ടിപ്ലക്സറും, ഒരു 2/1 മൾട്ടിപ്ലക്സറും ഒരു 8/1 മൾട്ടിപ്ലക്സർ, അങ്ങനെ 2 മൾട്ടിപ്ലക്സേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ, നമ്മുടെ പ്രോസസ്സറിൻ്റെ സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ബിറ്റാണ് 17 എന്നുള്ള ഒരു ബിറ്റ്. ഈ 17 എന്നുള്ളൊരു ബിറ്റിൽ ശരിക്കും നമ്മൾ എന്ത് വേണ്ടിയിട്ടാണ് ഒരു സെലക്ഷൻ ലൈനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തിൻ്റെ സെലക്ഷൻ ലൈനായിട്ട്? നമ്മുടെ 2/1 മൾട്ടിപ്ലക്സറിൻ്റെ സെലക്ഷൻ ലൈനായിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? 17th പിന്നിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 17th ബിറ്റിലുള്ള വാല്യൂ എന്താണ്? നമുക്ക് 2 രീതിയിൽ സെറ്റ് ആവാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇവിടുത്തെ സെലക്ഷൻ ലൈൻസ് ഡിസൈഡ് ചെയ്യുന്നു. ഇപ്പോഴത്തെ സെലക്ഷൻ ലൈനിൽ നമുക്ക് 2 വാല്യൂസാണ്. ഒരു 2/1 മാർക്സ് ആണല്ലോ, അപ്പോൾ 2 എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഇവിടെ സെലക്ട് ആകുന്ന വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് മീൻ? നമ്മളുടെ കയ്യിലുള്ള, അതായത് നമ്മുടെ കൺട്രോൾ വേർഡിലുള്ള ഏത് ഇൻസ്ട്രക്ഷനാണോ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മുടെ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ്റെ തൊട്ട് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? യൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ വേണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതാണ് ഇതിൻ്റെ വാല്യൂ 1 പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ വാല്യൂ 0 ആയിട്ടാണ് സെലക്ട് ആവുന്നതെങ്കിൽ, ഇതിൻ്റെ വാല്യൂ സെലക്ട് ആവുന്നത് 0 ആയിട്ടാണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് മീൻ? സെലക്ട് ആവുന്ന വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു എക്സ്റ്റേണൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുതുതായിട്ടുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈക്രോ ഇൻസ്ട്രക്ഷനാണ് ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ സെറ്റ് ആകുന്ന അഡ്രസ് വാല്യൂ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ നടക്കുവാണ്. ഇതൊരു ഇൻസ്ട്രക്ഷൻ, ഇതൊരു ഇൻസ്ട്രക്ഷൻ 1, ഇതൊരു ഇൻസ്ട്രക്ഷൻ 2, ഇതൊരു ഇൻസ്ട്രക്ഷൻ
3 അങ്ങനെ ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഇൻക്രിമെൻറ്റ് ചെയ്താൽ മാത്രം മതി. അതായത് അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സിലേക്ക് നമുക്ക് ജസ്റ്റ് പാസ് ഓൺ ചെയ്താൽ മതി. ഇതൊന്നും അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പുതിയ ടാസ്ക്കാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മളൊരു പർട്ടിക്കുലർ മൈക്രോ ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള അഡ്രസ്സ് വേണം നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ബിറ്റ് വാല്യൂ ഏതായിട്ട് സെറ്റ് ആവുന്നത്, 0 ആയിട്ട് സെറ്റ് ആവുന്നത്. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയൊരു ഇൻസ്ട്രക്ഷനാണ് നമ്മളോട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ സെലക്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറുന്നത്, 0 ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന അഡ്രസ്സിന് രണ്ട് രീതിയിൽ ബേസ്ഡ് ഓൺ ദ സെലക്ഷൻ ലൈൻ ഓഫ് 17 നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് അത്? 1 ആയിട്ട് സെലക്ട് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് അഡ്രസ്സ്, അതായത് ഐട്രേറ്റ് അഡ്രസ് ഫീൽഡിനകത്ത് നമ്മൾ ശരിക്കും നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന നമ്മുടെ കൺട്രോൾ മെമ്മറിക്കകത്തുള്ള ഏതെങ്കിലും ഒരു അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്തത്, നമ്മുടെ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ അപ്ഡേറ്റ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് അല്ല എങ്കിൽ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കൺട്രോൾ അഡ്രസ് മെമ്മറിക്കകത്ത് നിൽക്കുമല്ല, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പുതിയ അഡ്രസ് വാല്യൂ വെച്ചിട്ട് വേണം നമ്മുടെ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ പ്രൊസീഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ 17 ഓക്കെ ആണല്ലോ. അത് ഫോളോ ചെയ്ത് വരുന്ന 17 കഴിഞ്ഞിട്ട് 18, 19, 20 ഈ 3 ബിറ്റ്സ് 18 to 20 വരെയുള്ള 3 ബിറ്റ്സ് എന്താണ്, അതും എന്താണ്, ഒരു മൾട്ടിപ്ലക്സറിൻ്റെ സെലക്ഷൻ ലൈനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതും ഒരു മൾട്ടിപ്ലക്സറിൻ്റെ മക്സിൻ്റെ സെലക്ഷൻ ലൈനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 17th ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെലക്ഷൻ ലൈനാണ്. 18 to 20 എന്ന് പറഞ്ഞാൽ എന്താണ്, സെലക്ഷൻ ലൈനാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ബിറ്റ് സെലക്ഷൻ എന്ന് പറയുമ്പോഴേക്കും അതൊരു ഏത് മൾട്ടിപ്ലക്സർ ആയിരിക്കും, അതൊരു 8/1 മൾട്ടിപ്ലക്സറാണ്. എത്ര ഇൻപുട്സ് ഉണ്ട്? 8 ഇൻപുട്സും എത്ര ഔട്ട്പുട്ട് ഉണ്ട്? സിംഗിൾ ഔട്ട്പുട്ടും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ 8 ഇൻപുട്സും ഡിസൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മുടെ സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സിൻ്റെ സെലക്ഷൻ ആയിരിക്കും. എന്തായിരിക്കും? സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സിൻ്റെ സെലക്ഷൻ ആയിരിക്കും. അപ്പോൾ സ്റ്റാറ്റസ് രജിസ്റ്ററിൽ ഈ ഒരു മക്സിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ആ മക്സിൻ്റെ ഫസ്റ്റ് ബിറ്റ് എപ്പോഴും എന്തായിരിക്കും, യൂണിവേഴ്സലി ദാറ്റ് വിൽ ബി സെറ്റ് ടു 1 ആയിരിക്കും. അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. അതിനകത്ത് ഒരു ചേഞ്ചും ഇല്ല. ഓൾവേസ് ദാറ്റ് വാല്യൂ വിൽ ബി എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഈ ഇതിനകത്തുള്ള ഏത് ഇൻപുട്ട് സെലക്ട് ആണോ എന്നുള്ളത് നമ്മുടെ ഈ സെലക്ഷൻ ലൈൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതറിയാമല്ലോ. അപ്പോൾ ഈ മൾട്ടിപ്ലക്സറിൽ ഫസ്റ്റിലത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും. ഇനി ബാക്കിയുള്ളതെല്ലാം നമ്മുടെ നോർമലി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂ. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പേരങ്ങ് എഴുതുക. എന്താണ്? CS. ഓക്കെ, അതിനുള്ളിൽ ആരെ കൊടുക്കുക, Z കൊടുക്കുക. എന്നിട്ട് എന്ത് കൊടുക്കുക, ഓവർഫ്ലോ കൊടുക്കുക. അപ്പോൾ ഏത് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, CZSV. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇൻ ദിസ് മൾട്ടിപ്ലക്സറിൻ്റെ ബിറ്റ് പാറ്റേണിൽ. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളുടെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ക്യാരി ഫ്ലാഗ് അല്ല ക്യാരി സ്റ്റാറ്റസ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് C കോംപ്ലിമെൻറ്റ്. ദെൻ നെക്സ്റ്റ് വരുന്ന ആരാണ്, Zൻ്റെ കോംപ്ലിമെൻറ്റ്. ദെൻ നമ്മുടെ സൈൻ S കോംപ്ലിമെൻറ്റും. ദെൻ നമ്മളുടെ ഓവർഫ്ലോ, അതിന് സിംഗിൾ ബിറ്റേ ഉള്ളൂ V. അത് ഓവർഫ്ലോ ഉണ്ടെങ്കിൽ 1 ആവും, അല്ലെങ്കിൽ എന്താവും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു മൾട്ടിപ്ലക്സറിൻ്റെ ഇൻപുട്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഫുൾ ഓൺ എന്തിലാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പ്യൂർലി ഒരു ഓപ്പറേഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വാല്യൂസ് എല്ലാം സെറ്റ് ആവുന്നത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ആ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രോസസ്സറിനകത്ത് നടക്കുന്ന ഏത് ഓപ്പറേഷനാണോ അതിനനുസരിച്ചിട്ട് വേണം ഇവിടെ വരുന്ന വാല്യൂസ്. ഓക്കെ, ഇനി നമ്മളുടെ 18 to 20 വരെയുള്ള ബിറ്റ്സ് ആണ് ഇവരിൽ ഏത് സെലക്ട് ആവണം എന്നുള്ള ഡിസിഷനിലേക്ക് പോകുന്നത്. സെലക്ഷൻ ലൈൻ ഇവിടുത്തെ 18 to 20 ആണ്. അപ്പോൾ നമുക്ക് സെലക്ട് ആവുന്നത് എന്താണ്, 8/1 മക്സ് ആണ്. സോ നമുക്ക് ഒരൊറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ. അത് 1 ആകാം അല്ലെങ്കിൽ 0 ആകാം. ഇപ്പോൾ അതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഉള്ള നമ്മുടെ കയ്യിലുള്ള കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലുള്ള വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക, ലോഡ് ചെയ്യുക. അപ്പോൾ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിനകത്തുള്ള വാല്യൂവിനെ എന്ത് ചെയ്യും, ലോഡ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്, നമ്മുടെ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലുള്ള ഇൻസ്ട്രക്ഷൻ്റെ അടുത്ത നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് പോകുക, ദാറ്റ് ഈസ് ഇൻക്രിമെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലോഡ് ചെയ്യുന്ന വാല്യൂ 1 ആണെങ്കിൽ എന്ത് ചെയ്യും, ലോഡ് ഇൻപുട്ട്, അതായത് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിനകത്തുള്ള അഡ്രസ്സിനെ എന്ത് ചെയ്യണം, ലോഡ് ചെയ്ത് കൊടുക്കണം. ആ ലോഡ് ചെയ്യുന്ന അഡ്രസ്സിലേക്കായിരിക്കും നമ്മൾ അടുത്ത ഇൻസ്ട്രക്ഷൻ നമ്മൾ എക്സിക്യൂഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ലോഡ് ചെയ്യുന്ന വാല്യൂ 0 ആണെങ്കിൽ എന്താണ്, മൂവ് ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്ത ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്യുക, മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇൻക്രിമെൻറ്റ് ഉണ്ട്, ലോഡ് ഓപ്പറേഷനും ഉണ്ട്. സോ ബേസിക്കലി ലോഡ് ആൻ എക്സ്റ്റേണൽ അഡ്രസ് ഓർ ലോഡ് ഓർ update the value or the value which is stored in the current address register should be incremented. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു അഡ്രസ് ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്തും ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതെല്ലാം സെലക്ട് ചെയ്യുന്നത് ഈ ഒരു മൾട്ടിപ്ലക്സറിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ 18 to 20 എന്നുള്ള വാല്യൂസ് അതാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി 21 to 26 എന്ന് പറഞ്ഞിട്ടുള്ള ബിറ്റ്സ്, ഇവർ ഇത്രയും പേരും എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ നേരത്തെയുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണെന്ന്. നമ്മൾ ശരിക്കും ഈ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുന്ന എന്താണ്, അഡ്രസ് ഫീൽഡുകളാണ്. ആ അഡ്രസ് ഫീൽഡുകളുടെ വാല്യൂ ഏത് അഡ്രസ് ഫീൽഡ് ആവണം എന്നുള്ളത് ഈ 21 to 26 ബിറ്റ്സിൽ സെറ്റാകുന്ന വാല്യൂവിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഇത് 0000001 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫസ്റ്റ്
ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിൻ്റെ ഇൻഫർമേഷൻ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിനകത്ത് സെറ്റ് ആവുന്ന വാല്യൂ ഇങ്ങനെയാണെങ്കിൽ ഇതൊരു എത്ര ബിറ്റ് പാറ്റേൺ ആണ്? 21, 22, 23, 24, 25, 26. ഓക്കെ, ഇതൊരു 6 ബിറ്റ് പാറ്റേൺ അല്ലേ? ആ 6 ബിറ്റ്സിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ അഡ്രസ് ഫീൽഡുകളെ അവിടെ ജനറേറ്റ് ചെയ്യുക. ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ് ഫീൽഡ് എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ആ ഒരു 6 ബിറ്റ് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാപ്പബിലിറ്റി ഉള്ള അഡ്രസ്സസിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നത്. അതിൽ നിന്ന് സെറ്റ് ആവുന്ന വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും അവിടെ സെലക്ഷൻ നടക്കുന്നത്. അപ്പം 21 to 26 എന്നുള്ള അഡ്രസ് ലൈൻ എന്നുള്ള ഒരു അഡ്രസ്സിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ആവുന്ന വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അല്ല, ഒരു പുതിയൊരു അഡ്രസ്സ് ആണെങ്കിൽ ഇവിടെ സെറ്റ് ആവുന്ന വാല്യൂ എന്തുമായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണോ? സിമ്പിളാണ്. അപ്പോൾ ശരിക്കും വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മുടെ ഒരു പ്രോസസ്സറുണ്ട്. ആ പ്രോസസ്സറിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഈ ഒരു കൺട്രോൾ മെമ്മറി എന്നുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ടായിരിക്കും പ്രോസസ്സറിൽ അടുത്തായിട്ട് ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടി വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നമ്മുടെ കൺട്രോൾ മെമ്മറിക്കകത്തുള്ള കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലുള്ള ഒരു കണ്ടൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നുള്ള ഒരു അഡ്രസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മൾട്ടിപ്ലക്സേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 2x1 മൾട്ടിപ്ലക്സറും ഒരു 8x1 മൾട്ടിപ്ലക്സറുമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. 2x1 മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2x1 മൾട്ടിപ്ലക്സറിൽ നമുക്ക് മൾട്ടിപ്ലക്സറിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ കണ്ടൻറ്റ് മെമ്മറിയിലുള്ള അല്ലെങ്കിൽ കൺട്രോൾ മെമ്മറിയിലുള്ള അഡ്രസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആ അഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 21 to 26 വരെയുള്ള ബിറ്റ് പാറ്റേണിനകത്തായിരിക്കും ആ അഡ്രസ്സുകൾ സെറ്റായി വരിക. അതിലുള്ള ഏതെങ്കിലും ഒരു അഡ്രസ് വാല്യൂവിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനിയിപ്പോൾ പുതിയൊരു അഡ്രസ്സാണ് വരുന്നതെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ രണ്ടാമത്തെ മൾട്ടിപ്ലക്സറിൽ നിന്ന് സെലക്ട് ആവുന്നത് എന്തായിരിക്കും? ഇൻക്രിമെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി ഉള്ള അഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ആഡ് ചെയ്യും. കുഴപ്പമില്ലല്ലോ. ഇനി രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ്, നമുക്ക് 17 എന്നുള്ള ബിറ്റ് 0 ആവുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മളൊരു എക്സ്റ്റേണൽ അഡ്രസ്സ്, ഒരു പുതിയൊരു പ്രത്യേകമായിട്ടുള്ളൊരു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക് അല്ല, ഒരു വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അവിടെ ലോഡ് ആവേണ്ടത്. അപ്പോൾ നമ്മൾ സെറ്റ് ആവുന്ന നമ്മുടെ 2x1 മൾട്ടിപ്ലക്സറിൽ സെറ്റ് ആവുന്ന വാല്യൂ എന്തുമായിരിക്കും? 0 ആയിരിക്കും. ആ 0 വാല്യൂ വെച്ചിട്ട് വി ആർ ലോഡിങ് ആൻ എക്സ്റ്റേണൽ അഡ്രസ് ആൻഡ് ആ അഡ്രസ്സിൻ്റെ നമ്മൾ വാല്യൂ ഏത് വാല്യൂ നമ്മൾ ലോഡ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന എന്താണ്? നമ്മൾ ഈ ഒരു മൾട്ടിപ്ലക്സർ വെച്ചിട്ടായിരിക്കും. ആ മൾട്ടിപ്ലക്സറിൽ ലോഡാണ് സെറ്റ് ആവുന്നതെങ്കിൽ ആ വാല്യൂ കൊടുക്കും. അതിൻ്റെ ജസ്റ്റ് ഇൻക്രിമെൻറ്റഡ് വാല്യൂ ആണ് വേണ്ടെങ്കിൽ ഇൻക്രിമെൻറ്റ് സെറ്റ് ആവും. ഇതിനെല്ലാം ഡിസൈഡ് ചെയ്യുന്ന എന്താണ്? 8x1 മക്സ് ആണ്. 8x1 മക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സിൻ്റെ ഔട്ടാണ് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ സെലക്ഷൻ ലൈൻസ് 18 to 20. ഓക്കെ, 18 to 20 വരെയുള്ള സെലക്ഷൻ ലൈൻസാണ് ഇതിനകത്ത് ആര് ഡിസൈഡ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ഒന്ന് ഓർക്കാൻ നോക്കിക്കേ, നമ്മുടെ കയ്യിൽ ടോട്ടലി മൈക്രോ പ്രൊസസ്സർ ബേസ്ഡ് ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ എത്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ നോക്കുവാണെങ്കിൽ കൺട്രോൾ വേർഡിൽ, ഇവിടുത്തെ കൺട്രോൾ വേർഡിൽ എത്ര ബിറ്റ്സ് ഉണ്ട്? ആക്ച്വലി 16 + 10 ബിറ്റ്സാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് 16 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള പ്രോസസ്സറിനകത്ത് വർക്ക് ചെയ്യുന്ന 16 ബിറ്റ്സാണ്. അതിനെപ്പറ്റി നമ്മളിനി രണ്ടാമത് പറയേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള 10 ബിറ്റ്സിനെയാണ് നമുക്കിനി ഡീൽ ചെയ്യേണ്ടത്. 17, 18, 19, 20, 21, 22, 23, 24, 25 and 26. ഓക്കെ, ഈ 17th ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2x1 മക്സിൻ്റെ സെലക്ഷൻ ലൈനാണ്. ദെൻ 18, 19, 20 അല്ലേ? 18, 19, 20 എന്നുള്ള ഈ ബിറ്റ്സ് 18 to 20 വരെയുള്ള ബിറ്റ്സും എന്താണ്? 8x1 മക്സിൻ്റെ സെലക്ഷൻ ലൈൻസ് ആണ്. ദെൻ ഇനി നമുക്ക് നോക്കിക്കേ ഇവിടുത്തെ അഡ്രസ്സ്. ഓക്കെ, സോ 18, 19, 20 അത് കൊടുത്തു. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ബാക്കിയുള്ള ഇത്രയും ബിറ്റ്സ് 21 to 26 വരെയുള്ള ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ബിറ്റ്സ് പാറ്റേണിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കൺട്രോൾ ഇൻസ്ട്രക്ഷനിൽ അഡ്രസ് വാല്യൂസ്, അതായത് നമ്മളുടെ മെമ്മറിയിലുള്ള അഡ്രസ് വാല്യൂസ് ഇവിടെ വെച്ചിട്ടായിരിക്കും സെറ്റ് ആവുന്നത്. ഈ 6 ബിറ്റിൽ സെറ്റ് ആവുന്നത് ഏത് അഡ്രസ് വാല്യൂ ആണോ ആ കറസ്പോണ്ടിങ്ങുള്ള മെമ്മറി അഡ്രസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഈ കണ്ടൻറ്റ് അഡ്രസ് അല്ലെങ്കിൽ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മുടെ കൺട്രോൾ മെമ്മറി അഡ്രസ്സ് പിക്ക് ചെയ്ത് നമ്മുടെ പ്രോസസ്സറിലേക്ക് കൊടുത്ത് അതിനകത്തുള്ള കണ്ടൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു നോർമലി എന്ത് നടക്കുന്നത്? ഒരു മൈക്രോ കൺട്രോളർ ബേസ്ഡ് പ്രോസസ്സറിൽ കൺട്രോൾ സിഗ്നൽസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് വായിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഈച്ച് കൺട്രോൾ ബിറ്റ് ഓഫ് 64 ബിറ്റ് വേർഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു 64/26 ആണ് ഇവിടുത്തെ എന്തെന്ന് പറഞ്ഞു? നമ്മുടെ ഇവിടുത്തെ ഒരു കൺട്രോൾ മെമ്മറിയുടെ സൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ കൺട്രോൾ മെമ്മറിയുടെ സൈസ് 64/26 എന്ന് പറഞ്ഞാൽ അവിടെ 64 വേർഡ്സ് ഉണ്ട്. ഓരോ വേർഡിൻ്റെ സൈസ് 26 ആണ്. അതായത് 16 ഓൾറെഡി പ്രോസസ്സറിന് വേണ്ടിയിട്ടുള്ളതും 10 നമ്മുടെ ഈ അഡ്രസ് ജനറേഷന് വേണ്ടിയിട്ടുള്ള 10 ലൈൻസ്. ഓക്കെ, 10 ബിറ്റ്സ് എന്നോ ലൈൻസ് എന്നോ പറയാം. അവിടെ ഇതിനകത്ത് നമ്മൾ 64 വെച്ചിട്ട് നമുക്ക് 6 ബിറ്റ്സ് അഡ്രസ് ലൈൻസ് ആണുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്ത് എത്ര ഉണ്ട്? 3 സെലക്ഷൻ ലൈൻസ് ഉണ്ട് അല്ലേ? അതായത് 8x1 മക്സിലേക്കാണ് നമ്മളതിനെ ഫീഡ് ചെയ്യുന്നത്. 8x1 മക്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആരെയാണ്? 18 to 20 വരെയുള്ള ലൈൻസ്. അതായത് നമുക്ക് 3 ലൈൻസ് മതിയല്ലോ.
അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ LSD കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. 17 ബിറ്റാണ് നമ്മളുടെ സ്റ്റാറ്റസ് രജിസ്റ്റർ മീൻസ് നമ്മുടെ 2x1 മക്സിൻ്റെ എന്താണ് സെലക്ഷൻ ലൈനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഫസ്റ്റ് 16 ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ പ്രൊസസ്സറിൻ്റെ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും. റിമൈനിങ് 10 ബിറ്റ്സ് ആണ് നെക്സ്റ്റ് അഡ്രസ്സിൻ്റെ കൺട്രോൾ ലൈനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 17ൻ്റെ റോൾ എന്താണ്, 17 0 ആകുമ്പോഴും 1 ആകുമ്പോഴും ഉള്ള ഇൻഫർമേഷൻ എന്താണ്, അതുപോലെ 18 to 20യുടെ റോൾ എന്താണ്, 21 to 26 എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, നമുക്ക് എസ് ആയിട്ട് സാധാരണ ചോദിച്ചു കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആ ബിറ്റ്സിൻ്റെ പാറ്റേൺ കൃത്യമായിട്ട് അങ്ങ് പഠിക്കുക, 2 ഫിഗേഴ്സും മാസ്റ്ററായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ.